ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ആന്റണി പടിയറ പിതാവ് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മേഴ്സി ഹോം എന്ന അതിരൂപതയുടെ മാത്രമല്ല കേരളത്തിന് ഇതിന്റെ അഭിമാന സ്തംഭമായി നിലയുയർത്തുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് പുനരധിവാസം നൽകി അവരെ ഏറ്റെടുത്ത് അവരുടെ ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാക്കുന്നതിന് വേണ്ടി നിതാന്തമായി പ്രവർത്തിക്കുന്ന SD സിസ്റ്റേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളോട് ഈ സമൂഹമാകെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. മേഴ്സി ഹോം പലപ്പോഴും സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ അന്തേവാസികളായ കുഞ്ഞുങ്ങളുമായി ഇടപഴകുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മേഴ്സി ഹോമിന്റെ നടത്തിപ്പുകാരായ അഭിനന്ദനായ ശിഷ്യന്മാരുമായി സംസാരിക്കുവാനും മേഴ്സി ഹോമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അവസരം ലഭിക്കുകയുണ്ടായി. തീർച്ചയായും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മേഴ്സി ഹോം നൽകുന്ന സേവനം അത് ദൈവനിശ്ചയമാണ്, ദൈവികമാണ്. ഇവിടെ നൽകുന്ന മഹത്തായ സേവനം അത് എന്നും സ്മരിക്കപ്പെടുന്നത്. ഞങ്ങൾ അനാഥരല്ല, ഞങ്ങൾ ആരംഭിക്കുന്നവരല്ല. ഞങ്ങൾക്ക് മറ്റുള്ളവർക്കൊപ്പം ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയും. അതിന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ, ഞങ്ങളെ നോക്കുവാൻ, ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് മറ്റുള്ളവർക്കൊപ്പം ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ, ഞങ്ങൾക്ക് കരുതൽ തരുവാൻ ഇവിടെ ഞങ്ങളെ നോക്കുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന സിസ്റ്റർമാരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുമായ മേഴ്സി ഹോം അവിടെ ഞങ്ങളെ പരിഹരിക്കുവാൻ അതിനായി നിയോഗിക്കപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അന്തേവാസി അവരവരുടെ മാതാപിതാക്കളെക്കാണ്, അവരുടെ ബന്ധുമിത്രാദികളെക്കാണ് അവർക്കേറെ പ്രിയം, അവരുടെ മാതാപിതാക്കളായി കരുതുന്നത് മേഴ്സി ഹോമിന്റെ സിസ്റ്റേഴ്സിനെയാണ്. ഇവിടെ അവരുടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ ഈ ദൗത്യം വളരെ കൃത്യമായി 50 വർഷക്കാലമായി നിർവഹിച്ചുകൊണ്ട് നൂറുകണക്കിന് മേഴ്സി ഹോമിലെത്തിയ അന്തേവാസികൾ അവരുടെ അവരുടെ ജീവിതത്തെ സന്തോഷകരവും അതോടൊപ്പം തന്നെ അർത്ഥപൂർവമാക്കുവാൻ പ്രവർത്തിച്ച SD സിസ്റ്റേഴ്സിനെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതി വരില്ല എന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. 50ാം വാർഷികത്തിൽ ജനപ്രതിനിധികളിൽ തീർച്ചയായും ഞങ്ങൾക്ക് അങ്ങേറ്റ അഭിമാനമുണ്ട്, അങ്ങേറ്റം ആദരവുണ്ട്, അങ്ങേറ്റം കടപ്പാടുണ്ട്. മേഴ്സി ഹോം ചെയ്യുന്ന ഈ പുണ്യ പ്രവൃത്തി, ദൈവനിയോഗമായ ഈ പ്രവൃത്തി അത് ഒരു തരത്തിലും ഒരു കുറവുമില്ലാതെ പോകാനില്ലാതെ 50 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഇനിയും ഈ സ്ഥാപനം മേഴ്സി ഹോം വളരെ വിജയകരമായി മുന്നോട്ട് പോകട്ടെ. ഇവിടെ കടന്നു വരുന്ന നൂറുകണക്കിന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഉണ്ടായ അവരുടെ ജീവിതത്തിൽ അവരുടെ ജന്മന ഉണ്ടായ അംഗവൈകല്യങ്ങൾ അത് അവർക്ക് ഒരിക്കലും ഒരു ദുഃഖമായി, ഒരു പ്രയാസമായി അല്ലെങ്കിൽ ഒരു വേദനയായി തോന്നാതെ അവരെ സന്തോഷിപ്പിച്ചും അവർക്ക് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നടത്തുവാൻ മേഴ്സി ഹോം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഞാൻ ഭക്തരുടെ പ്രശംസിക്കുന്നു, ശ്ലാഘിക്കുന്നു. മേഴ്സി ഹോമിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. തീർച്ചയായും ആ മേഴ്സി ഹോം നിലകളിൽ നടത്തിയുള്ള എല്ലാ ചടങ്ങുകൾ ക്ഷണിക്കപ്പെട്ട ചടങ്ങുകളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പാർലമെന്റിന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തന്നെ ഡൽഹിക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
എങ്കിലും ഇന്ന് ഒരാൾ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മേഴ്സി ഹോമിന്റെ ഈ പ്രവർത്തനങ്ങൾ വളരെയധികം സ്ഥാപിക്കപ്പെടുന്ന മേഴ്സി ഹോമിന്റെ പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടേണ്ട പ്രവർത്തനം നടത്തുന്ന അഭിനന്ദനായ സിസ്റ്റർമാർ നേതൃത്വം നൽകുന്ന മേഴ്സി ഹോമിന്റെ ഈ സുവർണ ജൂബിലി സംഗമത്തിൽ പങ്കെടുക്കേണ്ടത് ഈ നാടിന്റെ പ്രകൃതി എന്ന രീതിയിൽ നമ്മുടെ കടമയാണ് എന്ന പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. എന്നെ ക്ഷണിച്ച വിവിധരായ സിസ്റ്റർമാരോട് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഒരു ദിവസം മേഴ്സി ഹോം സന്ദർശിച്ച് സിസ്റ്റർമാരുമായി ഒക്കെ സംസാരിച്ച് അവിടെ MP എന്ന എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന കാര്യം തീർച്ചയായും അത് ചർച്ച ചെയ്ത് ആവശ്യമായ ഈ ജൂബിലി സുവർണ ജൂബിലി വർഷത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ കഴിയും എന്ന സിസ്റ്റർമാരുമായി സംസാരിച്ച് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാം എന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.